अभी वाइस चांसलर को अभी नोटिस भेजिए कि हैव यू रिपोर्टेड टू द पुलिस हाउ these banners are there and have you taken any action और अगर जवाब आए कल इसके खिलाफ एक्शन लेना है. ഇരട്ടച്ചങ്കൻ ആരിഫ് മുഹമ്മദ് ഖാൻ കാലുകുത്തിയതോടെ സഹാക്കന്മാരെല്ലാം പേടിച്ച് മുള്ളിക്കൊണ്ടോടി എന്നാണ് വിവരം. അതായത് എല്ലാ രീതിയിലും ഇപ്പോൾ SFI പിള്ളേർ തേഞ്ഞൊട്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാണ് ഇതിന് പിന്നിലെന്നാണ് ഗവർണറുടെ ആരോപണം. അതായത് SFIയെ ആരൊക്കെ മൂപ്പിച്ചാലും അവരൊക്കെ ഇപ്പോൾ തേഞ്ഞൊട്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ മുദ്രാവാക്യവുമായി SFI ബാനർ കെട്ടിയതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്ഭവൻ സെക്രട്ടറിക്കാണ് VCയോട് വിശദീകരണം ചോദിക്കാൻ നിർദ്ദേശം നൽകിയത്. ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനെന്ന് വിശദീകരിക്കണം. ബാനറുകൾ എന്തുകൊണ്ട് നീക്കിയില്ല എന്ന കാര്യത്തിലും വിശദീകരണം തേടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാനറുകൾ ഉടൻ നീക്കം ചെയ്യാനും ഗവർണർ നിർദ്ദേശിച്ചു. കോഴിക്കോട് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ബാനറുകൾ അഴിച്ചു മാറ്റാത്തതിലുള്ള അതൃപ്തി പോലീസിനോട് പ്രകടിപ്പിച്ചു. തുടർന്നാണ് രാജ്യസഭാ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച VCയോട് വിശദീകരണം തേടാൻ നിർദ്ദേശിച്ചത്. SFI പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എങ്കിലും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പ്രതിഷേധമുണ്ടാകില്ല എന്നാണ് സൂചന. വഴിനീളെ നാളെയും കനത്ത സുരക്ഷ ഒരുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ക്യാമ്പസ് റോഡിലൂടെ ഇറങ്ങി നടന്നാണ് തനിക്കെതിരായ ബാനറുകൾ ചൂണ്ടിക്കാട്ടി അവ നീക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്നെഴുതിയിരുന്ന ബാനറാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. ഇത്തരത്തിൽ നിരവധി ബാനറുകൾ ക്യാമ്പസിൽ സ്ഥാപിച്ചിരുന്നു. ഇവയെല്ലാം കണ്ട് കുപിതനായ ഗവർണർ ഉടനടി നീക്കാൻ നിർദ്ദേശം നൽകി. സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഗവർണർക്കെതിരെ സമരമുഖത്തുള്ള SFI പ്രവർത്തകരാണ് ക്യാമ്പസിൽ ബാനറുകൾ സ്ഥാപിച്ചത്. ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ഗവർണർ റോഡിലൂടെ ഇറങ്ങി നടന്ന തനിക്കെതിരായ ബാനറുകൾ ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്തു. കഴിഞ്ഞ ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയപ്പോൾ വലിയ പ്രതിഷേധമാണ് SFI നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ ഗവർണർ മുൻ നിശ്ചയിച്ച പ്രകാരം VVIP ഗസ്റ്റ് ഹൗസിലെത്തി. ഗവർണർ എത്താറായപ്പോൾ ക്യാമ്പസ് കവാടത്തിനരികെ 100 മീറ്റർ മാറി SFI പ്രവർത്തകർ തമ്പടിച്ച് സംഘർഷത്തിനിടയാക്കി. ഗവർണർക്കെതിരെ ഇന്നും പ്രതിഷേധിക്കുമെന്ന് ആദ്യം SFI പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റി. പകരം ഇനി തിങ്കളാഴ്ച സർവകലാശാലയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമത്രേ. ഞായറാഴ്ച ഹോളിഡേ ആണെന്ന് SFIക്ക്. ഗവർണർ ഇന്ന് കോഴിക്കോട് ഒരു സ്വകാര്യ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. ഇത് കണക്കിലെടുത്താണത്രേ തീരുമാനം SFI മാറ്റിയത്. അല്ലാതെ പേടിച്ചാണെന്ന് ആരെങ്കിലും കരുതിയാൽ അത് കരുതൽ മാത്രമാണ്.